പലർക്കും ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ട്രിനിറ്റിയാണ് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്നത്. വിശ്വസിക്കുക, പുൽക്കൂട്ടിൽ ഭൂജാതനായത് യഹോവ തന്നെയാണ്. ഈ ഒരു വചനത്തിൽ കൂടി വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തു പ്രവാചകനോ ഗുരുവോ ഒന്നുമല്ല. യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ മാത്രവുമല്ല. യേശുക്രിസ്തു തന്നെയാണ് യഹോവ. യേശുക്രിസ്തു തന്നെയാണ് ദൈവം എന്നുള്ളതാണ്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസ്രയനായ യേശുവിന്റെ നാമത്തിന്, സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് ഇന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബൈബിൾ എന്നത് മിസ്റ്ററീസിന്റെ ഒരു പുസ്തകമാണ്. പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിലെല്ലാം ഈ മിസ്റ്ററീസിനെ പറ്റി പറയുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഇതിനുശേഷം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വചനം ദൈവമായിരുന്നു. ഇതിൻ പ്രകാരം ദൈവം ജഡമായി തീർന്ന് മനുഷ്യരുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നതാണ്. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം പോലും ദൈവം നമ്മോട് കൂടെ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഇടയിൽ എന്നതാണ്. ബൈബിളിൽ യോഹന്നാൻ മറ്റൊരിടത്ത് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനെ സ്പർശിച്ചു. യഹോവയുടെ പുത്രനെ കണ്ടു എന്നുള്ളതല്ല, അതിലടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ദൈവത്തെ കണ്ടു, ഞങ്ങൾ ദൈവത്തെ സ്പർശിച്ചു എന്നതാണ്. പല ദൈവമക്കളും ഇത് തിരസ്കരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, യേശു തന്നെയാണ് ദൈവം. യഹോവ ജഡമായി തീർന്ന്, യഹോവ മനുഷ്യ രൂപത്തിൽ വന്നവനാണ് യേശു എന്നത് ഈ ബൈബിളിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് പല ദൈവമക്കളുടെയും വിചാരം, അവരുടെ വിശ്വാസം യേശു ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനാണ്, ദൈവം വേറെയാണ് എന്നതാണ്. പല രീതിയിൽ പലതരത്തിൽ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു മിഷനായിട്ട് ഞാനിത് ഏറ്റെടുത്തിരിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറേത്ത് ഈസ് നോട്ട് ഓൺലി ദ സൺ ഓഫ് ഗോഡ്, ബട്ട് ഹി ഈസ് ഗോഡ്. ബൈബിളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ രഹസ്യങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അത് ഹിഡൻ ആണ്, പക്ഷെ ഹിഡൻ അല്ല താനും. തന്നെ പൂർണ്ണ ഹൃദയത്തോടുകൂടി അന്വേഷിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി തുറന്നു വച്ചിരിക്കുന്നതാണ് പല മിസ്റ്ററീസും. ഇത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. ഞാൻ ആൽഫയും ഒമേഗയുമാണ് എന്നുള്ള വചനം നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ദൈവം ആദ്യനും അന്ത്യനുമാണ് എന്നുള്ള അർത്ഥമാണ്. പക്ഷെ വലിയൊരു മിസ്റ്ററി ഒളിഞ്ഞു കിടക്കുന്ന ഒരു വചനമാണിത്. ഈ വചനത്തെ പറ്റി നമുക്ക് ഇന്ന് പഠിക്കാം. ഞാൻ ആൽഫയും ഒമേഗയും ആണെന്നുള്ള ഈ വചനം നമുക്ക് കാണാൻ സാധിക്കുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. ഇത് യേശുവിന്റെ വചനമാണ്. ഈ വചനം നമ്മൾക്ക് ഒന്ന് വായിക്കാം. വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ, എന്ന് വെച്ചാൽ ആകുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് യേശുവിന്റെ വചനമാണ്. ഇതുപോലെ തന്നെ ഇനിയും 2 വാക്യങ്ങളിൽ കൂടി ഈ ഒരു ഞാൻ ആൽഫയും ഒമേഗയും ആണെന്നുള്ള യേശുവിന്റെ വചനങ്ങൾ വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആൽഫയും ഒമേഗയും എന്ന് വെച്ചാൽ ആദ്യനും അന്ത്യനും എന്നുള്ള അർത്ഥമല്ല. അത് ഗ്രീക്ക് ആൽഫബറ്റ്സിന്റെ ആദ്യത്തെയും അവസാനത്തെയുമായ ആൽഫബറ്റ്സ് ആണ്, അല്ലെങ്കിൽ അക്ഷരങ്ങളാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഐ ആം ദ ബിഗിനിങ് ആൻഡ് എൻഡ് എന്നുള്ള ഒരു അർത്ഥമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതേ വചനം പഴയ നിയമത്തിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ആ വചനം ഒന്ന് നോക്കാം. പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ പുസ്തകത്തിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യമാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇതിനകത്ത് യഹോവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ രാജാവായ യഹോവ, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ പറയുന്നു,
ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. നമ്മുടെ മലയാളം ബൈബിളിൽ ആദ്യനും അന്ത്യനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്നും പറയുന്നത് പോലെ പഴയ നിയമം എഴുതിയത് ഹീബ്രുവിലാണ്. അതുകൊണ്ട് നമുക്ക് ഹീബ്രു ടെക്സ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഹീബ്രു ടെക്സ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ആദ്യനും അന്ത്യനും എന്നതിന് പകരം ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആലഫ് ടൗ ആണെന്നാണ്. ഞാൻ ആലഫ് ടൗ ആകുന്നു എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ വരും. ആലഫ് ടൗ എന്ന് വെച്ചാൽ ആൽഫയും ഒമേഗയും എന്നതുപോലെ തന്നെ ഗ്രീക്കിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം എന്നതുപോലെ തന്നെ ഹീബ്രുവിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങൾ. എൻ്റെ കഴിഞ്ഞ ഒരു മെസ്സേജിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. ഹീബ്രു ഭാഷയിൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഈ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെയേറെ സവിശേഷതകൾ ഉള്ളതായിരുന്നു. പിക്ചേഴ്സ് വെച്ചായിരുന്നു അവർ പല കാര്യങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ആദ്യം കാണേണ്ടത് ആലഫ് എന്ന ഹീബ്രുവിലെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളതാണ്. ഈ ആലഫ് എന്ന അക്ഷരത്തിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഒരു കാളയുടെ തല. ഈ കാള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിശക്തിയാണ്, അല്ലെങ്കിൽ സ്ട്രോങ് ലീഡർ, ഗോഡ് എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. കാള എന്നത് യഹോവയുടെ അതിശക്തിയെ കാണിക്കുന്നു. മാത്രമല്ല ഇത് അവരുടെ ഹീബ്രു ലെറ്റേഴ്സിന്റെ ആദ്യത്തെ അക്ഷരമായതുകൊണ്ട് ഇത് സൃഷ്ടിയെ ഡിനോട്ട് ചെയ്യുന്നു. അലഫ് എന്ന് വെച്ചാൽ ദ സ്ട്രോങ് ലീഡർ, ദ ഗോഡ്, ദ ക്രിയേറ്റർ. ഇനി വളരെ സവിശേഷതയുള്ള രണ്ടാമത്തെ പദമായ അല്ലെങ്കിൽ അക്ഷരമായ ടൗ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഹീബ്രു ഭാഷയിലെ അവസാനത്തെ അക്ഷരമായ ടൗവിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഒരു കുരിശ്. യഹോവ പറഞ്ഞു, ഞാൻ ആലഫ് ടൗ ആണ്. ഈ വചനത്തിൽ യഹോവ ആലഫ് ടൗ ആണെന്ന് മാത്രമല്ല പറയുന്നത്, ഈ ആലഫ് ടൗവിന് തൊട്ട് മുമ്പ് യഹോവ പറയുന്നുണ്ട്, ഇസ്രയേലിൻ്റെ ദൈവമായ, ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ ഞാൻ ആലഫ് ടൗ ആകുന്നു എന്ന് വെച്ചാൽ ദ റിഡീമർ. ആരാണ് റിഡീമർ? യഹോവയുടെ മകനാണോ റിഡീമർ? ഈ ആലഫ് ടൗ എന്ന വളരെ സവിശേഷതയേറിയ ഈ ഒരു വചനം കൊണ്ട് യഹോവ ഉദ്ദേശിച്ചത് താൻ സൃഷ്ടാവ് മാത്രമല്ല, താൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ, താൻ തന്നെയാണ് ദ റിഡീമർ എന്നതാണ്. താൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി ക്രൂശും പേറി, ക്രൂശിലേറി, ക്രൂശിൽ മരിച്ച യേശു ജനിക്കുന്നത് അറ്റ്ലീസ്റ്റ് 700 വർഷങ്ങൾക്കെങ്കിലും മുൻപെയാണ് യഹോവ ഈ പ്രവചനം നടത്തിയത്. ഞാനാണ് ആലഫ് ടൗ, ഞാനാണ് ക്രൂശിലേക്ക് പോകുന്നത്. ക്രൂശിലേക്ക് പോയ ആ സ്ട്രോങ് ലീഡർ, ദ ലീഡർ ഓഫ് ദ മാൻകൈൻഡ്, യഹോവ തന്നെയാണ് യേശു എന്നത്. ഈ പുസ്തകത്തിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള വളരെയധികം മിസ്റ്ററീസ് നിറഞ്ഞ പല വചനങ്ങളുണ്ട്. ഈ വചനങ്ങൾ ഒന്നുമില്ലാതെയും പലരും സ്വീകരിക്കാൻ തയ്യാറാണ്. അടയാളങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, വചനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഒന്നും കാണാതെ ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്. കാണാതെ അവനിൽ വിശ്വസിച്ചവർ വളരെയധികം ഭാഗ്യം ചെയ്തവരാണ്. വിശ്വസിക്കാൻ തയ്യാറാണോ? പുൽക്കൂട്ടിൽ ഭൂജാതനായത് യഹോവ തന്നെയാണ്. ഇതേ വചനമാണ് വെളിപാട് പുസ്തകത്തിൽ യേശുവും പറഞ്ഞിരിക്കുന്നത്. ഐ ആം ദ ആൽഫ ആൻഡ് ഒമേഗ, ഐ ആം ദ ബിഗിനിങ് ആൻഡ് എൻഡ്. തന്നാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, താനാണ് സൃഷ്ടാവ്. പലർക്കും ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ട്രിനിറ്റിയാണ് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്നത്. വിശ്വസിക്കുക, പുൽക്കൂട്ടിൽ ഭൂജാതനായത് യഹോവ തന്നെയാണ്, ക്രൂശ് ചുമന്നത് യഹോവ തന്നെയാണ്, ക്രൂശിൽ മരിച്ചവൻ യഹോവ തന്നെയാണ്. യേശുവിൻ്റെ ക്രൂശിൽ അവൻ്റെ തലയുടെ മുകളിൽ ഒരു ഫലകത്തിൽ എഴുതിയിരുന്നതും ഇതേ വാക്യങ്ങൾ തന്നെയാണ്. ഇസ്രയേലിൻ്റെ രാജാവ്, ഹാ യഹൂദിം വി മലേഖ് ഹാ നാസറായി യേശുവ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലുള്ള യഹോവയുടെ ഇതേ വചനം തന്നെയാണ് യേശുവിൻ്റെ തലയ്ക്ക് മീതെ വന്ന ആ വചനം. ഇത് എഴുതി വച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്നറിയാം? യാഹവേ തൂക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. യഹോവയുടെ പ്ലാൻസ് അനുസരിച്ച് മാത്രമാണ് അവൻ്റെ ക്രൂശ് മരണവും സംഭവിച്ചത് തന്നെ. അതിലുണ്ടായിരുന്ന എല്ലാ സംഗതികളിലും യഹോവ നേരത്തെ പ്ലാൻ ചെയ്തത് തന്നെയാണ്. ഞാൻ ആലഫ് ടൗ ആണ്, അല്ലെങ്കിൽ ഞാൻ ആൽഫയും ഒമേഗയും ആണ് എന്നുള്ള ഈ ഒരു വചനത്തിൻ്റെ അർത്ഥം സൃഷ്ടാവ് തന്നെയാണ് വീണ്ടെടുപ്പുകാരൻ ആയത് എന്നതാണ്. ഈ ഒരു വചനത്തിൽ കൂടി വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തു പ്രവാചകനോ ഗുരുവോ ഒന്നുമല്ല. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ മാത്രവുമല്ല, യേശുക്രിസ്തു തന്നെയാണ് യഹോവ, യേശുക്രിസ്തു തന്നെയാണ് ദൈവം എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി മനസ്സിലാക്കുക, പൂർണ്ണ ഹൃദയത്തോടുകൂടി വിശ്വസിക്കുക. കം fall in love with Jesus and fall in love with the word of God. Fall in love with Jesus.